blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ആഴ്ചയുടെ 2ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ ദിവസം കൊലോസ്യ ലേഖനത്തിൽ നിന്നാണ് നിങ്ങൾ കേട്ടത് എന്ന് ഞങ്ങൾക്കറിയാം. ഇന്നും ബ്രദർ ഡാമിയൻ കൊലോസ്യ ലേഖനത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഈ സന്ദേശങ്ങളൊക്കെ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ അത് എഴുതിയെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ അതിനു മുൻപ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഒരു അനുഗ്രഹമായി തീർന്ന വ്യക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അരുണാചൽ പ്രദേശിൽ നിന്ന് KC മത്തായി ആൻഡ് ഫാമിലി. അദ്ദേഹത്തിൻ്റെ മകൻ ജിൻഡോയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ ജിൻഡോ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജിൻഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലിംഫോമയിൽ നിന്ന് കർത്താവെ, തൻ്റെ ശരീരത്തിൽ പൂർണ്ണമായ സൗഖ്യം ഈ സമയത്ത് സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രേക്ഷകർ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്ന കർത്താവെ. മകൾ ജിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫാം ഡിയിൽ കർത്താവെ ഒരു നല്ല റിസൾട്ട് ലഭിക്കുവാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ കുടുംബത്തെ മുഴുവനായി ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. അപ്പോൾ തന്നെ അദ്ദേഹത്തോടു കൂടെ ചേർന്ന് നിൽക്കുന്ന 2 പേർ കൂടെയുണ്ട്. അവർക്ക് കൂടെ വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഡൽഹിയിൽ നിന്നുള്ള ജോബിൻ എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി ജോയൽ, ഭർത്താവ് ലിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. അഹമ്മദാബാദിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾ ആഞ്ചല, ജസ്റ്റിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭാവി കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ എപ്പിസോഡിൻ്റെ പിറകിൽ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ അറിയിക്കാൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വടകര ഡിസംബർ 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ വടകര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ഡിസംബർ 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽ വാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. രണ്ട് 3 വർഷങ്ങളോളമായിട്ട് ഈ സഹോദരിയുടെ മുട്ടിന് തേയ്മാനം മൂലം ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇവർ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്നത്. ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, രമ എന്ന് പേരുള്ള ഒരു സഹോദരിയെ യേശു കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ സഹോദരി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്തൊക്കെയോ ദൈവശക്തി അനുഭവിക്കുന്നത് പോലെ ഈ സഹോദരിക്ക് തോന്നി. ആ സഹോദരി പറയുന്നത്, അതിനുശേഷം ആ കാലിൻ്റെ വേദന ഇതുവരെ വന്നിട്ടില്ല. മുട്ടിൻ്റെ പ്രശ്നങ്ങൾ മാറി. തേയ്മാനം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അത് പൂർണ്ണമായി സൗഖ്യമായിരിക്കുന്നു എന്നാണ് ഈ സഹോദരി പറയുന്നത്. ബസ്സുകാരെന്നെ ചീത്ത വിളിക്കുമായിരുന്നു. ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ ബ്ലെസ്സിംഗ് സെന്ററിലും പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, രമ എന്നൊരു വ്യക്തിയെ കർത്താവ് തൊടുന്നെന്ന്. അങ്ങനെ എൻ്റെതായിട്ട് ഞാൻ ഏറ്റെടുത്ത് അങ്ങനെ അന്നേരം എൻ്റെ ദേഹം കുഴഞ്ഞു വരുന്ന പോലെ എനിക്കൊന്ന് തോന്നിച്ച്. പിന്നെ അതിന് ശേഷം ഇതുവരെ എൻ്റെ കാലിന് കർത്താവ് സുഖം തന്നു. ഇതുവരെ ഒരു കുഴപ്പമില്ല. പ്രൈസ് ഗോഡ്. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലോ. ഇവർ നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിൽ വരുന്ന വ്യക്തികളാണ്. ഈ സഹോദരി ഭർത്താവിന് ഗ്യാസിൻ്റെ പ്രശ്നം വരും, ഗ്യാസ് ട്രബിൾ ഉണ്ടാവും. ഇവർ ഓർത്തത് ഹാർട്ട് അറ്റാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം നെഞ്ചിന് ഭയങ്കര വേദന വരുമ്പോൾ ഇവരെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. ഈ കാര്യം ഇവർ നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് ശുശ്രൂഷകരുടെ അടുക്കൽ വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് പൂർണ്ണമായി, അങ്ങനെ ഉണ്ടാകുന്ന അസുഖം അത് പൂർണ്ണമായി അത് മാറി. കർത്താവ് വിടുതൽ അയച്ചു. അതുകൂടാതെ ഈ സഹോദരിയുടെ മോൾക്ക് നട്ടെല്ലിന് പ്രശ്നമായിരുന്നു. നട്ടെല്ലിൻ്റെ തേയ്മാനം മൂലം ഒത്തിരി പ്രയാസം അനുഭവിച്ചു. ഡോക്ടർമാർ പറഞ്ഞു വെയിറ്റൊക്കെ ഇട്ട് കിടക്കണം, അത് ഡിസ്കിൻ്റെ തേയ്മാനമാണ് എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി പ്രയാസത്തോടു കൂടിയിരുന്നു. ഇവർ ചെയ്തത് നമ്മുടെ ബ്ലെസ്സിംഗ് സെൻ്ററിലേക്ക് ഇവർ വന്നു, പ്രാർത്ഥിച്ചു. ആ മോളുടെ നട്ടെല്ലിൻ്റെ പ്രയാസം പൂർണ്ണമായി മാറി. പിന്നെ വെയിറ്റ് ഇട്ടിട്ടില്ല, മറ്റ് ചികിത്സകൾ ചെയ്തിട്ടില്ല. പൂർണ്ണമായി ഇന്ന് ആ സഹോദരി സൗഖ്യമായിട്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിലേക്ക് മുഴുവനുമുള്ള രോഗസൗഖ്യമാണ്. അവരുടെ രോഗം സൗഖ്യമാക്കി. ഹസ്ബൻഡിൻ്റെ മാറി, ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം മാറി. ഇപ്പം മകളുടെ കാര്യത്തിലും കർത്താവിനൊരു നല്ല കൈയടി കൊടുത്തൊരു ഹല്ലേലൂയ പറയാമോ?
ഒരു കാര്യം ഉറപ്പാണ്, യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു വ്യക്തി ആദ്യമേ നടന്ന് ചെല്ലുമ്പോൾ കർത്താവ് പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതിൻ്റെ അർത്ഥം ആദ്യം ഒരാൾക്കൊരു സൗഖ്യം ഒരു വീട്ടിനകത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വീട്ടിലെ എല്ലാവർക്കും സൗഖ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ സൗഖ്യമാക്കാൻ യേശു ശക്തനാണ്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ സഹോദരി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നന്മകൾ കർത്താവെ അങ്ങ് പകർന്നതിനായി നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവർക്ക് കൊടുത്ത ഓരോ സൗഖ്യത്തിനായി നന്ദി, വിടുതലിനായി നന്ദി. ദൈവത്തിൻ്റെ നന്മകൾ വന്നു ചേരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിന്റെ സന്നിധി വരുന്നു കർത്താവേ. കൂടുതൽ ശബ്ദത്തിൽ എന്റെ വല്ലഭ ഏകു രക്ഷേ ചേർന്ന് പാടാം. നിന്റെ സന്നിധി വരുന്നു, എന്റെ പാപഭാരവുമാ വല്ലഭ ഏകു രക്ഷയേ. ഉന്നതി വെടിഞ്ഞവനെ ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണു വന്നവനെ ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ ചോദിക്കാം, എനിക്കായിട്ടല്ലയോ, ക്രൂശിങ്കൽ ജീവനെ തന്നത് ക്രൂശിങ്കൽ ജീവനെ തന്നത്. If you read Acts of the Apostles, chapter number 26, അപ്പസ്തോല പ്രവൃത്തി 26-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ 15 through 18, അതിന്റെ 15 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ Paul was going to persecute the church of Christ. അവിടെ കാണുന്ന പശ്ചാത്തലം പൗലോസ് ഇത് സഭയെ മുടിക്കുവാൻ വേണ്ടി നടക്കുന്ന സമയമാണ്. Actually, he is narrating the whole incident to King Agrippa. ഇതിപ്പോൾ സത്യത്തിൽ അഗ്രിപ്പ രാജാവിനോട് തന്റെ പഴയ കാല ചരിത്രം താൻ പങ്കുവെക്കുന്ന ഭാഗമാണ് ഈ ഭാഗം. His trial is going on. അദ്ദേഹത്തിന്റെ വിചാരണ അവിടെ സംഭവിക്കുകയാണ്. And he is narrating how he turned to the Lord. എങ്ങനെയാണ് താൻ കർത്താവിലേക്ക് വന്നതെന്ന് രാജാവിനോട് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷ്യം പറയുന്ന സമയമാണ്. And Jesus appeared. അപ്പോൾ പൗലോസ് പറഞ്ഞു, അന്ന് എന്റെ ജീവിതത്തിൽ യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. And he was struck down on the floor. ആ സമയത്ത് പെട്ടെന്ന് കുതിരപ്പുറത്തിരുന്ന് ഞാൻ താഴേക്ക് വീണു. And Jesus asked a few questions. ആ സമയത്ത് യേശു കർത്താവ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. Do you know whom you are persecuting? പൗലോസേ, ശൗലേ, നീ ആരെയാണ് ഉപദ്രവിക്കുന്നത് നിനക്കറിയാമോ? And verse number 18, Jesus is saying, I have appointed you, Paul, I have appointed you to open their eyes and turn them from darkness to light and from the power of Satan to God, so that they may receive forgiveness of sins.
and a place among those who are sanctified by faith in me. അന്ന് യേശു കർത്താവ് എന്നോട് പറഞ്ഞ വാക്ക് ഇതാണ് എന്ന് പറഞ്ഞിട്ട് പൗലോസ് അതിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നു, അവരുടെ കണ്ണുകൾ തുറക്കുവാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിക്കുവാനും അങ്ങനെ എന്നിലുള്ള വിശ്വാസത്താൽ അവർക്ക് പാപക്ഷമയും വിശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ സ്ഥാനവും ലഭിക്കുവാനും ഞാൻ നിന്നെ അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. Hello. Paul was called for this ministry. പൗലോസ് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. To deliver people from the clutches of darkness and bring them to the kingdom of light. അവിടെ നാം കാണുന്നു, അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് പിടിയിൽ നിന്ന് ജനങ്ങളെ വീണ്ടെടുത്ത് വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് ആക്കി വെക്കാനായിട്ടാണ് ദൈവം പൗലോസിനെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. So that they may receive forgiveness of sins. അങ്ങനെ വരുമ്പോൾ അവർക്ക് പാപക്ഷമ ലഭിക്കുന്നു. So these 4 things are included in his call. ഈ 4 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ആ സ്തുതിക്കുവാനുള്ള കാരണങ്ങളുടെ 4 കാര്യങ്ങൾ ഇത് പൗലോസിന്റെ ശുശ്രൂഷയിൽ ദൈവം വിളിച്ചു വേർതിരിച്ചപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. So Jesus spoke these words many years back. നോക്കൂ, യേശു കർത്താവ് പൗലോസിന്റെ ജീവിതത്തിൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. Now his ministry is spread all over the world. ഇപ്പോൾ നോക്കൂ, അദ്ദേഹത്തിന്റെ പൗലോസിന്റെ ശുശ്രൂഷ ലോകമെമ്പാടും പടർന്നിരിക്കുകയാണ്. Even though he directly did not go there, in Colossae people were delivered from darkness to light. നോക്കുക, പൗലോസ് നേരിട്ട് കൊലോസിയയിലേക്ക് പോയിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് ജനങ്ങൾ പൗലോസിന്റെ ശുശ്രൂഷ നിമിത്തം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. People were forgiven from their sins. അപ്പോൾ തന്നെ ജനങ്ങൾ പാപത്തിൽ നിന്ന് ക്ഷമ നേടിയിരിക്കുകയാണ്. People were redeemed. ജനങ്ങൾ ഇവിടെ വീണ്ടെടുക്കപ്പെടുകയാണ്. Now people, you should thank the Father for these deliverances. അതുകൊണ്ട് പൗലോസ് പറയുന്നു, അതുകൊണ്ട് ജനങ്ങളെ, പാപക്ഷമ ലഭിച്ച വീണ്ടെടുപ്പ് ജനിച്ച ജനങ്ങളെ, നിങ്ങൾ സ്വർഗ്ഗത്തിലെ പിതാവിന് നന്ദി കരേറ്റേണ്ട ആവശ്യമുണ്ട്. Hallelujah. Hallelujah. So these 4 reasons are also our ministry. അതുകൊണ്ട് ഈ 4 കാരണങ്ങൾ നമ്മുടെ ശുശ്രൂഷയുമാണ്. Hello. Through you and through me, God wants to take people from the kingdom of darkness and bring them to the kingdom of light. നോക്കൂ, നിന്നിലൂടെയും എന്നിലൂടെയും ദൈവം ആഗ്രഹിക്കുന്നത് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ജനങ്ങളെ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടെത്തിക്കണമെന്നാണ്. We should thank the Lord അതിനുവേണ്ടി നാം നന്ദിയുള്ളവരാകണം. for that great deliverance. ആ വലിയ വിടുതലിനായി നാം നന്ദിയുള്ളവരായി We should തീരണം. thank the Lord for that great forgiveness and redemption. അപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ വലിയ പാപക്ഷമയ്ക്കും ആ വീണ്ടെടുപ്പിനുമായി നാം നന്ദിയുടെ ഹൃദയമുള്ളവരായിരിക്കണം. Come on, lift your hands and thank the Lord. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ഒരു നന്ദി പറയാമോ? Now, if you read 2 Timothy chapter number 3 and verse number 2, 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനത്തിലേക്ക് നാം വന്നാൽ, ungratefulness is a sign of end times. നന്ദിയില്ലായ്മ അന്ത്യകാല ലക്ഷണമാണ്. Hello. People, as we approach the end times, people become more and more ungrateful to God. നോക്കുക, കാലങ്ങൾ കഴിയും തോറും ജനങ്ങൾ കൂടുതൽ നന്ദിയില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്ന You കാലഘട്ടമാണ്. remember Jesus healed 10 lepers. നോക്കുക, യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ അവൻ 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. Ugly lepers. അത് വളരെ വൃത്തികെട്ട രൂപമുള്ളവർ. And all of them were healed. എല്ലാ 10 കുഷ്ഠരോഗികളെ സൗഖ്യമായി. They realized the healing as they were going to show themselves to the priest. അവിടെ അവരെ പോകുന്ന വഴിക്ക് അവർ പുരോഹിതന്മാരെ കാണിച്ച് ആ സൗഖ്യത്തെ അവർ സ്ഥിരീകരിച്ചു. And only one of them came back to say thank you Jesus. എന്നാൽ നോക്കൂ, പുരോഹിതന്മാരുടെ അടുക്കൽ പോയി സാക്ഷ്യമൊക്കെ മേടിച്ചെങ്കിലും ഒരേ ഒരാൾ മാത്രമാണ് യേശുവിന്റെ അടുക്കൽ മടങ്ങി വന്നത്. Jesus wondered. യേശു കർത്താവ് അത്ഭുതപ്പെട്ടു. I healed 10 lepers. ഓ, ഞാൻ 10 പേരെയല്ലേ സൗഖ്യമാക്കിയത്, And only one has come back. പക്ഷെ ഒരു വ്യക്തി മാത്രമേ തിരിച്ചു വന്നുള്ളൂ. And that man is a Samaritan. ഓ, ആ തിരിച്ചു വന്നവനാണെങ്കിൽ അവനൊരു ശമരിയക്കാരനും. He's not a child of God. ഓ, അവനാണെങ്കിൽ ഒരു ദൈവവൈതൽ പോലുമല്ല. A foreigner came to ഒരു thank Jesus. വിദേശീയനായ വ്യക്തിയാണ് ഇപ്പോൾ നന്ദി പറയാൻ The വന്നത്. children of God, the so-called people of God, did not come back to thank Jesus. അന്ന് ദൈവമക്കൾ എന്ന് പേരുണ്ടായിരുന്ന വർഗത്തിൽ നിന്ന് ഒരു വ്യക്തി പോലും നന്ദി പറയുവാനായി യേശുവിന്റെ അടുക്കിലേക്ക് വന്നില്ല. Now this story happened in 19th century. ഞാൻ പറയാൻ പോകുന്ന കഥ നടക്കുന്ന 19-ാം നൂറ്റാണ്ടിലാണ്. A lot of passengers were traveling in a boat
on a lake, ഒരു തടാകത്തിൽ ഒത്തിരി ആളുകൾ യാത്ര ചെയ്തുകൊണ്ടുള്ള ഒരു ബോട്ട് and സഞ്ചരിക്കുകയായിരുന്നു. that boat started sinking. പെട്ടെന്ന് ആ ബോട്ട് മുങ്ങിത്താഴുവാൻ തുടങ്ങി. One Bible school student, ഒരു ബൈബിൾ സ്കൂൾ a വിദ്യാർത്ഥി, very healthy, strong Bible school young man, ഒരു വളരെ ആരോഗ്യ ദൃഢഗാത്രമുള്ള ഒരു ബൈബിൾ സ്കൂൾ ചെറുപ്പക്കാരൻ involved himself in the rescue operation. അന്നുണ്ടായിരുന്ന ആളുകളെ രക്ഷിക്കുവാനുള്ള ആ ദൗത്യത്തിൽ ആ മകൻ അതിൽ ഭാഗവാക്കായി തീർന്നു. He himself swam across the lake and saved 17 lives. അവിടെ അദ്ദേഹം പലവട്ടം ആ തടാകക്കരയിലൂടെ നീന്തി രക്ഷപ്പെടുത്തിയത് 17 വ്യക്തി ജീവിതങ്ങളെയായിരുന്നു. 17 people he himself alone saved. 17 വ്യക്തി ജീവിതങ്ങളെ അവൻ ഒറ്റയ്ക്ക് അവൻ മാത്രമായിട്ട് അവിടെ രക്ഷപ്പെടുത്തിയെടുത്തു. But that day, ആ ദിവസം because of the great exertion of his muscles and his body, it permanently damaged his health. പെട്ടെന്ന് അദ്ദേഹം എടുത്ത ആ വലിയ കഠിനാധ്വാന നിമിത്തമായിട്ട് തന്റെ മസിലുകൾക്ക് സാരമായ ചില പരിക്കുകൾ സംഭവിച്ചു. And he was bedridden. അങ്ങനെ താൻ കിടപ്പ് രോഗിയായി. For many months he was bedridden. അങ്ങനെ അനേകം മാസങ്ങൾ താൻ കിടപ്പിലായി തീർന്നു. And one day he died. ഒരു ദിവസം താൻ മരിച്ചു. The sad part of the story is that none from those 17 people ever visited him or told him thank you. ഏറ്റവും ദുഃഖകരമായ ഈ കഥയുടെ പര്യവസാനം ഇതാണ്. ആ രക്ഷപ്പെടുത്തിയ 17 പേരിൽ ഒരു വ്യക്തി പോലും താൻ കിടപ്പിലായിരുന്നപ്പോഴോ തൻ്റെ രോഗശൈലിയോ വന്ന് തന്നെ കണ്ടിരുന്നില്ല, തന്നോട് നന്ദി പറഞ്ഞിരുന്നില്ല. Jesus did the same thing for യേശു us. കർത്താവ് ഇതേ കാര്യമല്ലേ നമുക്ക് വേണ്ടിയും ചെയ്തത്? To save us, നമ്മെ രക്ഷിക്കുവാൻ, to give us life. നമുക്ക് ജീവൻ നൽകുവാൻ. He gave his life for us. അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവൻ നൽകി. Many of us, so-called children of God, ever thank him, never thank him. Thank you, Jesus, for giving me your life. ഓ, പലപ്പോഴും ദൈവമക്കളായിട്ടുള്ള നാം പലപ്പോഴും എനിക്ക് നീ ജീവൻ നൽകിയല്ലോ, രക്ഷ നൽകിയല്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദി പറയാത്തവരായി നാം We മാറിയിരിക്കുകയാണ്. enjoy all the blessings in the Father's house. സ്വർഗ്ഗത്തിലെ പിതാവിന്റെ വാസസ്ഥലത്തെ സകല അനുഗ്രഹങ്ങളെ നാം ആസ്വദിക്കുകയാണ്. Forgiveness of sin, പാപത്തിന്റെ ക്ഷമ, redemption. വീണ്ടെടുപ്പ്. We enjoy the kingdom of light today. അപ്പോൾ തന്നെ വെളിച്ചത്തിന്റെ രാജ്യത്തിലെ സകല നന്മകളെ നാം അനുഭവിക്കുകയാണ്. And we have a whole list of inheritance from the Father. അപ്പോൾ തന്നെ സ്വർഗ്ഗത്തിലെ പിതാവിൽ നിന്നുള്ള അവകാശങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ നമ്മുടെ കയ്യിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. But we don't thank him. പക്ഷെ അതിനൊന്നും നാം നന്ദി പറയാറില്ല. A friend of mine shared his story with me. എൻ്റെ ഒരു കൂട്ടുകാരിൽ ഒരാള് അദ്ദേഹത്തിന്റെ ഒരു കഥ എന്നോട് He is a പറഞ്ഞത്. pastor, അദ്ദേഹം ഒരു പാസ്റ്ററാണ്. highly educated. He has a PhD. അദ്ദേഹം വളരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള PhD വരെയുള്ള ഒരു പാസ്റ്ററാണ്. But he had a strong call to start an old age home. എന്നാൽ അദ്ദേഹത്തിന് ഒരു വൃദ്ധസദനം തുടങ്ങുവാനുള്ള ദൈവത്തിൽ നിന്നുള്ള ഒരു അരുളപ്പാട് തനിക്ക് ലഭിച്ചു. So he built an attachment, an extension to his house and started caring for 8 or 9 old women, widows. ആ സമയത്ത് താന് തൻ്റെ വീടിനോട് ചേർന്ന് കുറച്ചും കൂടെ നീട്ടിയെടുത്തിട്ട് 8 or 9 വിധവമാർക്ക് താൻ അവിടെ ആശ്രയം But കൊടുത്തു. there was no one to support him financially. എന്നാൽ ആദ്യകാലങ്ങളിൽ ആരും തന്നെ അവരെ സഹായിക്കുവാനായിട്ട് ഉണ്ടായിരുന്നില്ല. So finally he started doing some job. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ പാസ്റ്റർ പണിയൊക്കെ നിർത്തിയിട്ട് ഈ വിധവമാരെ സഹായിക്കുവാൻ താൻ ജോലിക്ക് പോകാൻ തുടങ്ങി. And with that salary he sustained his own family plus 8 or 9 these widows, old women. ആ സമയത്ത് താന് തൻ്റെ കുടുംബത്തെയും അതുപോലെ തന്നെ 8 or 9 എണ്ണം വരുന്ന വിധവമാരെയും പ്രായമുള്ള സ്ത്രീകൾക്കും വേണ്ടിയിട്ട് താൻ വഴി കണ്ടെത്തണമായിരുന്നു. And one day, after giving them food, dinner, he was going back and he heard these old ladies talking among themselves. He overheard. ഒരു ദിവസം വൈകുന്നേരത്തെ ഭക്ഷണം എല്ലാം അവർക്ക് കൊടുത്ത് താൻ തിരിഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് താൻ അഭയം കൊടുത്തിട്ടുള്ള ഈ സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുന്നത് താൻ ഇങ്ങനെ കേട്ടു. These ladies were saying, ആ സ്ത്രീകൾ ഇങ്ങനെയാണ് സംസാരിച്ചത്. Hey, this guy is getting a lot of dollars and he is giving only kanji to us. ഈ മനുഷ്യന് അമേരിക്കയിൽ നിന്ന് കുറെ ഡോളർ കിട്ടുന്നുണ്ട് നമ്മുടെ പേരില്, പക്ഷെ നമുക്കിപ്പോ ഇവര് തരുന്ന ഈ കഞ്ഞിയും പയറും ഒക്കെയാണ്.
with a broken heart, he shared me this story. വളരെ മുറിഞ്ഞ ഹൃദയത്തോടെ അദ്ദേഹം ഈ കഥ എന്നോട് പങ്കുവെച്ചു. He's still working in the Gulf. ഇന്നും അദ്ദേഹം ഗൾഫിൽ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. Sending money and supporting these old women. തന്റെ ഭാര്യ ഇവിടെ നിർത്തിക്കൊണ്ട് ഇപ്പോഴും ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പണം കൊടുക്കുവാൻ വേണ്ടി താൻ ഇപ്പോഴും ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. This is human nature. ഇത് മനുഷ്യരുടെ സ്വഭാവമാണ്. പരാതി People are generally thankless. ജനങ്ങൾ പൊതുവെ നന്ദിയില്ലാത്തവരാണ്. 1 Thessalonians chapter number 5. 1 തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ Verse അധ്യായം number 18. അതിന്റെ 18-ാമത്തെ വചനം. Give thanks in all circumstances, for this is God's will for you in Christ Jesus. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവേൻ, ഇതാകുന്നു ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം. Many people are going after prophets ഒത്തിരി ആളുകൾ to know the will of God for them. ദൈവത്തിന് തങ്ങളോടുള്ള ഹിതം എന്തെന്നറിയാൻ പ്രവാചകന്മാരുടെ പുറകെ പോകുന്ന ആളുകളുണ്ട്. And some people are asking the other people, other praying people, pray for me. What is the will of God for my life? ചില ആളുകളാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ അടുത്ത് എന്നിട്ട് പറയും, പ്രാർത്ഥിച്ചു നോക്ക്, എന്നെ കുറിച്ച് ദൈവം എന്താണ് പറയുന്നതെന്നൊന്ന് പ്രാർത്ഥിച്ച് പറ. The will of God is written plainly in the word of God. എന്നാൽ ഇവിടെ നോക്കൂ, ദൈവത്തിന് നമ്മോടുള്ള ഇഷ്ടത്തെ ഇവിടെ വ്യക്തമായിട്ട് 18-ാമത്തെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. What is the will of God? എന്താണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഇഷ്ടം? Give thanks in all circumstances. എല്ലാറ്റിനും എല്ലാ സാഹചര്യത്തിലും നന്ദി കരേറ്റുന്നവരാകുവേ. When you are thankful in all circumstances, നിങ്ങൾ എല്ലാ സാഹചര്യത്തിലും നന്ദി കരേറ്റുന്നവരായി തീരുമ്പോൾ God with his right hand will hold your hand. ഓർക്കുക, നിങ്ങളുടെ കൈകളിലേക്ക് ദൈവത്തിന്റെ വലത് കൈ പിടിച്ചിട്ടുണ്ടായിരിക്കും. And he will lead you in his way. എന്ന് മാത്രമല്ല, അവന്റെ വഴികളിലേക്ക് അവൻ നിങ്ങളെ നയിച്ചു കൊണ്ടുപോകും. No need of an external agency to tell you what the will of God for your life. അതുകൊണ്ട് പുറത്തു നിന്നുള്ള ഒരു വ്യക്തിക്കും ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ഇഷ്ടം എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യകത ഇല്ലവേ ഇല്ല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വടകര ഡിസംബർ 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ വടകര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ഡിസംബർ 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽ വാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗികളായിട്ടുള്ള ഒത്തിരി പേര് ഇത് കാണുന്നുണ്ട്. കർത്താവെ, നീ അവരെ സൗഖ്യമാക്കണമേ. അങ്ങയുടെ സൗഖ്യമാക്കുന്ന ആണിപ്പാടുള്ള കരങ്ങൾ ഈ സമയത്ത് അവരെ അങ്ങ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദര സംബന്ധമായ അസുഖങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. കുടലിനകത്തുള്ള ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എപ്പോഴും വയറുവേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കിയാണ്. കർത്താവെ, അത്ഭുതകരമായ ഒരു സൗഖ്യം. ആഴ്ചകളോളം സ്കൂളിൽ പോകുവാൻ കഴിയാതിരിക്കുന്ന ചില വിദ്യാർത്ഥികൾ, അവരുടെ മാതാപിതാക്കൾ ഈ സമയത്ത് ആ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹൃദയത്തിനകത്ത് വാൽവിൻ്റെ ചില തകരാറുള്ള ചില കുഞ്ഞുങ്ങളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ദൂരയാത്ര ചെയ്യുവാൻ സാധിക്കാത്ത വിധത്തിൽ ശാരീരികമായി തലചുറ്റുക, ഛർദ്ദിക്കുക തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി, ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്നത് ദൂരയാത്ര ചെയ്തുകൊണ്ടായിരിക്കാം, മറ്റേതെങ്കിലും കാര്യമായിരിക്കാം, നിങ്ങൾക്കത് സാധിക്കുന്നില്ല. പക്ഷെ യേശു കർത്താവ് ഇപ്പോൾ ഇറങ്ങി വന്ന് നിങ്ങളെ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ ജോയുടെ ഈ ഭാഗത്തുള്ള എല്ല് ഒടിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. അത് കൂടിച്ചേരാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഡോക്ടേഴ്സ് പറയുമ്പോൾ അത്ഭുതകരമായി ആ ഭാഗത്തുള്ള വേദന മാറുകയാണ്, നീര് വറ്റിപ്പോവുകയാണ്. നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളുടെ ശരീരത്തിൽ ഈ സമയത്ത് വന്നു ചേരുകയാണ്. താങ്ക് യു ലോർഡ്. യൂറിനറി ഇൻഫെക്ഷനുകൾ ഈ സമയത്ത് മാറിപ്പോവുകയാണ്. താങ്ക് യു ലോർഡ്,
താങ്ക് യു ലോർഡ്. ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കണ്ണിലിങ്ങനെ ഇരുട്ട് കയറുന്നത് പോലെ പ്രശ്നമുള്ള, എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലായ്പ്പോഴും ഇങ്ങനെ ഇരുട്ട് കയറുന്നത് പോലെ പ്രശ്നമുള്ള, ചില സമയത്ത് നിങ്ങൾക്ക് തല ചുറ്റുന്നുണ്ട്, ഈ സമയത്ത് ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അത്ഭുതകരമായ രോഗസൗഖ്യം. ഏത് രോഗിയാണെങ്കിലും ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അത്ഭുതകരമായ സൗഖ്യം ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ വന്ന് ചേരുകയാണ്. ഇപ്പോൾ തന്നെ വിടുതൽ സംഭവിക്കട്ടെ കർത്താവേ. എല്ലാ രോഗികളും സ്ക്രീനിനടുക്കിലേക്ക് കൈകൾ നീട്ടിയാലും യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗമാണെങ്കിലും ഈ സമയത്ത് അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ബ്രദർ ഡാമിയൻ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം കൊലോസ്യ ലേഖന പഠനമാണ്. നിങ്ങൾക്കറിയാം, ഈ ലേഖന പഠനത്തിൻ്റെ പൂർണ്ണരൂപം MP3 ഫോമാറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വന്ന് ആവശ്യപ്പെട്ട് അത് കരസ്ഥമാക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന വെള്ളിയാഴ്ച വടകരയിലാണ്, ശനിയാഴ്ച ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഷൊർണൂരിലാണ്. നമുക്ക് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളെല്ലാം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ മുൻകൂട്ടി ആശംസിക്കുകയാണ്. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.